മച്ചാനെ നമുക്കൊരു യാത്ര പോയാലൊന്ന് ചോദിക്കുമ്പോൾ അതിനെന്താടാ പോയേക്കാം എന്ന് പറഞ്ഞ് കൂടെ വരുന്ന കട്ട ചങ്ക് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള യാത്ര. പ്രത്യേകിച്ച് യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങിത്തിരിക്കുന്ന യാത്ര. ഇങ്ങനെയുള്ള യാത്രയാണെങ്കിൽ ആ യാത്ര ഭയങ്കര രസം തന്നെയായിരിക്കും. അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ് ഇത്. യാത്ര വേറെ എവിടേക്കുമല്ല, വയനാട്ടിലെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന കുറുമ്പാലക്കോട്ടയിലേക്കാണ്. എന്നാ പിന്നെ വിട്ടാലോ? കുറുമ്പാലക്കോട്ടയിൽ എത്താൻ ഏറ്റവും നല്ല സമയം രാവിലെയാണ് എന്ന് യൂട്യൂബിലെ പല വീഡിയോസിൽ നിന്നും മനസ്സിലാക്കി ഞങ്ങളും അതിന് കണക്കാക്കി തന്നെ പ്ലാൻ ചെയ്തു. രാവിലെ 3:30 എഴുന്നേറ്റ് പുറപ്പെട്ടപ്പോഴേക്കും 4:30 മണിയായി. ഏകദേശം 1.5 മണിക്കൂറിന്റെ യാത്രയാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും കുറുമ്പാലക്കോട്ട വരെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്നത്. പക്ഷേ 20 കിലോമീറ്റർ ഓടാൻ തന്നെ ഞങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂറിന്റെ അടുത്ത് സമയമെടുത്തു. സുൽത്താൻ ബത്തേരിക്കും കുറുമ്പാലക്കോട്ടയ്ക്കും ഇടയിൽ അത്യാവശ്യം വലിയൊരു ടൗൺ എന്ന് പറയുന്നത് കമ്പളക്കാടാണ്. കമ്പളക്കാട് എത്തിയപ്പോഴേക്കും 6 മണിയായി. അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഇത്രയും നേരം വെളുത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടോ എന്ന് ഞങ്ങളും സംശയിച്ചു. പക്ഷെ എന്തായാലും രാവിലെ ഇറങ്ങി തിരിച്ചതല്ലേ. ആദ്യമായിട്ടാണ് കുറുമ്പാലക്കോട്ടയിലേക്ക് പോകുന്നത്. അടുത്ത പ്രാവശ്യം പോകാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്ക് ആ വഴിയെല്ലാം ഒന്ന് കണ്ടെത്തിയ അതിനനുസരിച്ച് നമുക്ക് അടുത്ത യാത്രയെങ്കിലും പ്ലാൻ ചെയ്യാം എന്ന തീരുമാനത്തിൽ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. കുറുമ്പാലക്കോട്ട എത്തുന്നത് വരെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. കോടമഞ്ഞ് കൊണ്ട് ബൈക്കിലുള്ളൊരു യാത്ര, അതിൻ്റെ ഒരു ഫീല് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. കമ്പളക്കാട് നിന്ന് 20 മിനിറ്റാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത്. പക്ഷെ അരമണിക്കൂറായിട്ടും ഞങ്ങൾക്ക് അവിടേക്ക് കയറേണ്ട ഒരു വഴിയോ ഒരു സൈൻ ബോർഡോ ഒന്നും ഞങ്ങൾ കണ്ടില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങളും ഗൂഗിൾ മാപ്പിനെ സംശയിച്ചു. മുറ്റം അടിച്ചുകൊണ്ടിരുന്ന ഒരു ചേച്ചിയോട് ഞങ്ങൾ വഴി ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞത്, നിങ്ങൾ ഇവിടം വരെ വരേണ്ട ആവശ്യമില്ലായിരുന്നു, നിങ്ങൾ വന്ന വഴിക്ക് തന്നെയാണ് കുറുമ്പാലക്കോട്ടയിലേക്ക് കയറിപ്പോണ്ടത്. ഇനി ഒരു കാര്യം ചെയ്തോളൂ, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ മതി എന്ന് ചേച്ചി പറഞ്ഞു. പാവം ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് കുറച്ചു മുമ്പ് തന്നെ കൃത്യമായ വഴി കാണിച്ചു തന്നിരുന്നു. പക്ഷെ ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല. പിന്നീടുള്ള ഞങ്ങളുടെ ചർച്ച മുഴുവൻ അതായിരുന്നു. ഇത്രയും അധികം സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമായിട്ട് പോലും അവിടേക്ക് വഴി കാണിച്ചുകൊണ്ടുള്ള ഒരു ബോർഡ് പോലും വഴിയിലൊന്നും വെക്കാത്തത് എന്താണ് എന്നതിനെക്കുറിച്ച്. ഞങ്ങൾ അതിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ആ ഒരു ബോർഡ് ഞങ്ങൾ കണ്ടു. കുറുമ്പാലക്കോട്ട വ്യൂ പോയിന്റ് എന്നെഴുതിയ ഒരു ചെറിയ ബോർഡ്. മെയിൻ റോഡിൽ നിന്ന് മലയുടെ മുകളിലേക്ക് അത്യാവശ്യം നല്ല ഓഫ് റോഡ് തന്നെയായിരുന്നു. കാറുകളിൽ വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ മുകളിലേക്ക് കാറ് കൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരല്പം റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ താഴെ പാർക്ക് ചെയ്ത് അവിടെ നിന്നൊരു ജീപ്പ് വിളിച്ച് മുകളിലേക്ക് വരാവുന്നതാണ്. ബൈക്ക് താഴെ നിർത്തി ഞങ്ങൾ വീണ്ടും നടന്നു. അത്യാവശ്യം കുത്തനെയുള്ള കയറ്റം തന്നെയാണ്. അത് രാവിലെ ആയതുകൊണ്ട് നല്ല പോലെ കിതക്കുന്നുണ്ടായിരുന്നു. മനസ്സിലെ ഒരേ ഒരു ചിന്ത, രാവിലെ ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടും എന്തെങ്കിലും ഒന്ന് കാണാൻ കഴിയണേ എന്ന് മാത്രമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ച അതിമനോഹരമായിരുന്നു. നേരം വൈകി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ അതൊരു ഭയങ്കര മണ്ടത്തരമായി പോകുമായിരുന്നു. അല്ലെങ്കിലും ജീവിതം പലപ്പോഴും അങ്ങനെയാണ്, നമ്മളെക്കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കും. പക്ഷേ അത് വരാനിരിക്കുന്ന ഒരു വലിയ ശരിയുടെ തുടക്കമായിരിക്കും. ആ കുന്നിൻ്റെ താഴെ
മേഘങ്ങളെല്ലാം ഒരു പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ തോന്നി. ആകാശങ്ങൾക്ക് മുകളിലെത്തിയ പോലെ. നിങ്ങൾ വയനാട്ടിലേക്കുള്ളൊരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറുമ്പാലക്കോട്ട ഉറപ്പായും നിങ്ങളുടെ ലിസ്റ്റിൽ ചേർക്കുക. കുറുമ്പാലക്കോട്ട നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അത്രയ്ക്കും ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് കുറുമ്പാലക്കോട്ട. നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ദിസ് ഇസ് സൈനിങ് ഓഫ് യുവർ ബ്രോ മച്ചാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.